يومئذ يصدر الناس أشتاتا ليروا أعمالهم. അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്ത് വരുന്നതാണ്. فمن يعمل مثقال ذرة خيرا يره. അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും. ومن يعمل مثقال ذرة شرا يره. ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും. സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദമുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തന്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിന്റെ ഫലം അതതിന്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദർറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിന്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേ അറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു: 1. സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവന്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി, അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിന്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ, നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ്, നസായി, ഇബ്നു മാജ. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്. ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിന്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.